ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ഈ പയ്യനെ 13കാരി ഈ പെരുങ്കള്ളിയുടെ പരാതിയിൽ പോലീസ് തല്ലിച്ചതച്ചു. ബൂട്ടിട്ട് കാലിൽ ചവിട്ടി മുടി പിടിച്ചു അടിച്ചു. ഇതെല്ലാം ഈ പെരുങ്കള്ളിയുടെ പരാതിയിലാണ്. നമുക്ക് ആ വാർത്ത കാണാം. ആ വാർത്തയ്ക്ക് മുമ്പ് എന്റെ അമ്മ ഇന്നലെ എന്റെ വീഡിയോ കൊണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജും കൂടെ നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ മെസ്സേജിൽ എന്റെ അമ്മ എന്നോട് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഒരുപാട് അമ്മമാരുടെ നല്ല എന്താ പറയുക, അവരുടെ മനസ്സിലെ പേടിയാണ്. പെരുങ്കള്ളി എന്ന ആ പെൺകുട്ടിയെ പറ്റി FB സ്റ്റോറിയിൽ പറയേണ്ട മോനെ, വിദേശത്തൊക്കെ പോകാനുള്ളതല്ലേ നിനക്ക്, ജോലിയുടെ സംബന്ധമായത്. പിന്നെ ഈ പെരുങ്കള്ളിയെ ഞാൻ അമ്മയോട് തന്നെ മറുപടി പറഞ്ഞു, അമ്മയുടെ സ്നേഹം കൊണ്ടാണ് അയക്കുന്നത്. പിന്നെ ഈ പെരുങ്കള്ളിയെ മദർ തെരേസ എന്ന് വിളിക്കണം. 13 വയസ്സേ ആയുള്ളൂ, മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. 10 പേര് തന്നെ പീഡിപ്പിച്ചു എന്ന് കള്ള പരാതി കൊടുക്കാൻ ഉളുപ്പില്ലാത്ത ഇവളെ പിന്നെ ജാൻസി റാണി എന്ന് മദർ തെരേസ എന്ന് വിളിക്കണം. ഇത്രയും വലിയ പെരുങ്കള്ളികൾ ഈ നാട്ടിലുള്ളത്. അമ്മയുടെ സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. ഒരുപാട് പേര് സമാനമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തു. പെരുങ്കള്ളി എന്നൊന്നും വിളിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഭയമാണ്. ഈ ഫെമിനിസ്റ്റ് ലോബി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭയമാണ്. ഒന്ന് ഓർത്തു നോക്കുക. 10 പേരെ ആൺകുട്ടികളെ കുടുക്കിയതിന് ഇവിടെ പല ആൾക്കാർക്കും ദണ്ണമില്ല. അവളെ എന്ത് വിളിക്കണം? അവളെ പെരുങ്കള്ളി എന്ന് വിളിച്ചാൽ പ്രശ്നമാവും എന്നുള്ളതാണ്. അവിടെ സ്കൂൾ പഠിക്കുന്ന പിള്ളേരെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവരുടെ അച്ഛനമ്മക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവരുടെ സമൂഹത്തിനും കുടുംബത്തിനും ബുദ്ധിമുട്ട് ആർക്കും ഒരു ദണ്ണമില്ല. ഇവളെ പെരുങ്കള്ളി എന്ന് തന്നെ വീണ്ടും വിളിക്കും. ഈ പെരുങ്കള്ളി ഒറിജിനൽ പേരെന്തൊക്കെ ഒറിജിനൽ പേര് വെച്ച് തന്നെ വിളിച്ചേനെ. ഈ പെരുങ്കള്ളി ഇത് രണ്ടും ചിത്രങ്ങളാണ്. ഈ പെരുങ്കള്ളി 10 പേരെ കുടുക്കി. ഇനി ആ വാർത്ത കൂടെ കാണാം. നിർബന്ധമായി കണ്ടിരിക്കേണ്ട വാർത്തയാണ്. ഈ തല്ല് കൊണ്ടത് നിങ്ങളുടെ മോനായിരുന്നെങ്കിലോ? ഈ കള്ളപ്പരാതിയിൽ തല്ലുകൊണ്ടത് നിങ്ങളുടെ മോനായിരുന്നെങ്കിൽ എന്ത് നിങ്ങൾക്ക് തോന്നും? വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. കാലിൽ ബൂട്ടിട്ട് ചവിട്ടി അരച്ചെന്ന് മുടിയിൽ പിടിച്ച് വലിച്ചെന്ന് യുവാവ് പറയുന്നു. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ഉപദ്രവിച്ചെന്നും യുവാവ് പറഞ്ഞു. ചോരിലുകൊണ്ട് കാലിനടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ചെവി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്കുമായിരുന്നു നല്ല ശക്തിക്ക്. മുടിയിലിട്ട് പിടിച്ച് വലിച്ച് കുനിച്ചു നിർത്തുക. സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പറയുമ്പോൾ അവരെന്നെ ഐഡന്റിഫൈ ചെയ്യുമെന്നാ പറയുന്നത്. അതായത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്നെ ഐഡന്റിഫൈ ഈ വ്യാജ പോക്സോ എന്ന ശാപമാണ് ചെയ്തു. പിന്നെ എന്റെ ലൊക്കേഷൻ പരിസംഗതി കാണിക്കുന്നുണ്ട്, പിന്നെ CCTV എന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവര് പറയുന്നത്. കണ്ടാ പോലീസുകാർ പറഞ്ഞ കള്ളം നോക്ക്. ഈ കള്ളങ്ങൾ ഉണ്ടാക്കും. ഈ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞത് ഭാഗ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് പകരം ഇവരെല്ലാം കൂടി എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കള്ളപ്പരാതിയാണെന്ന് വൈദ്യപരിശോധനയിലൂടെ തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പയ്യന്മാര് വർഷങ്ങളോളം ജയിലിൽ കിടക്കും. നിങ്ങളുടെ മക്കളോ എന്റെ മക്കളുടെ കാര്യമാണ് പറയണേ. നാളെ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഈ പെരുങ്കള്ളിമാർ അവർക്കെതിരെ പരാതി കൊടുത്തു, ബുദ്ധിപൂർവ്വം പരാതി കൂടെ എഴുതിയാൽ പീഡിപ്പിച്ചു എന്ന് പറയണ്ട, എന്നാലല്ലേ വൈദ്യപരിശോധനയിൽ തെളിയുള്ളൂ. പകരം പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം എന്നെ കയറി പിടിച്ചു, മൊളസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ഇവന്മാര് വർഷങ്ങളോളം ജയിലിൽ കിടക്കും. അത് ആദ്യമേ പറഞ്ഞായിരുന്നു. വീട്ടിൽ വന്നപ്പോഴേ അത് പറഞ്ഞായിരുന്നു. എന്നെ ബൈപ്പാസിന്റെ അവരെ കാണിച്ചതാ. അവര് അത് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അടിക്കുന്നൊന്നുമില്ല, ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞൊരു പയ്യനെയാണ് ഈ കള്ള ഫെമിനിറ്റി പെരുങ്കള്ളിയുടെ പേരിൽ അവര് ഉപദ്രവിച്ചു. കാലിലൊക്കെ നല്ല പരിക്കുണ്ട്. ഏതെങ്കിലും മനുഷ്യന് ദണ്ണമുണ്ടോ നമ്മുടെ നാട്ടിൽ? ആരെങ്കിലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടോ, പോസ്റ്റ് എഴുതുന്നുണ്ടോ? ആർക്കെങ്കിലും വിഷമമുണ്ടോ? എന്റെയും നിങ്ങളുടെയും മക്കളുടെയും ദേഹത്ത് കൈ വെക്കുമ്പോഴേ നമുക്ക് ആ വേദന അറിയൂ. 8 മണിയോളം ആയി. അവിടെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അപ്പം എന്നെയും കൊണ്ടുപോകുന്നത് വല്ലാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. കയ്യിൽ 2 ഹോൾഡ് ചെയ്ത് എന്റെ കോളറിനൊക്കെ പിടിച്ചോണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം 100 മീറ്ററോളം എന്നെ നടത്തിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു വാഹനത്തിലാണ് കയറ്റുന്നത്. അതിന് മുന്നേ എന്നോട് വയസ്സ് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവർക്ക് ആള് മാറിയെന്ന് മനസ്സിലായത്. രണ്ടാമത്തെ ആളാണ്. അപ്പം അതിന് മുന്നേ വരെ എന്നോട് റഫായിട്ടാണ് ഇവര് പെരുമാറിയത്. കാരണം എന്റെ തലയടിച്ച് പറിക്കും എന്നുള്ള ഒരു സംസാരമൊക്കെ എസ് എന്നോട് സംസാരിച്ചു. അതിനുശേഷം ആള് മാറിയെന്ന് കണ്ടപ്പോഴത്തേക്ക് എന്റെ അനിയനെ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ട് എന്നെ കൊണ്ടാണ് അനിയനെ പിടിക്കാനായിട്ട് വീട്ടിലോട്ട് പോയത്. ഇറക്കിയിട്ട് ഇവര് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അനിയനെ കാണുന്നില്ല. അനിയനെ ഏതോ ക്വാർട്ടേഴ്സിലോട്ടാണ്ട് കൊണ്ടുപോയി. അവിടെ തന്നെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പോലീസുകാരൻ പെട്ടെന്ന് വന്നിട്ട് ലാത്തി എടുത്തുകൊണ്ട് പോകണം കണ്ടത്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അപ്പം അങ്ങനെ കണ്ടപ്പോഴത്തേക്ക്, കാരണം ഒന്നാമത് വയ്യാത്തൊരു പയ്യനാണ്. അപ്പം ഹാർട്ടിന് സർജറി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സമയത്ത് എന്തെങ്കിലും ഒരു കാർഡിയക് അറസ്റ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, നമുക്കേ നഷ്ടമാകത്തുള്ളൂ. എന്തൊരു ഗതികേടാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഇതേപോലത്തുള്ള പെരുങ്കള്ളിമാർ നാളെ തീവ്ര ഫെമിനിസ്റ്റുകളായി മാറി ആണുങ്ങളുടെ ജീവിതം കൊടുക്കാൻ ഇറങ്ങും. ഇങ്ങനെ ഓരോ പെരുങ്കള്ളികളാണ് ഭാവിയിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്നത്, സിനിമാ താരങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്നത്, കാശ് ഉണ്ടാക്കാനായി വ്യാജ പരാതി കൊടുക്കുന്നത്. ഈ 13 വയസ്സായ കുട്ടിയുടെ മാത്രം തെറ്റല്ല, അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അവളുടെ മാത്രം തെറ്റല്ല,
ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാമൂഹിക വ്യവസ്ഥ, തീവ്ര ഫെമിനാസിസം നിലനിൽക്കുന്ന ഈ സാമൂഹിക വ്യവസ്ഥ, കള്ളപ്പരാതി കൊടുത്താൽ ഏതാണിനെയും കുടുക്കാൻ കഴിയുമെന്ന ആത്മധൈര്യം, അങ്ങനെ കുടുക്കിയിട്ട് പാളിയാലും തന്റെ പേര് പോലും എവിടെയും വരില്ല എന്നവളുടെ ആത്മധൈര്യമാണ് ഇതിന് പിന്നിൽ. ഇതിനെതിരെ ശക്തമായ പ്രതികരണം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. കാര്യം നാളെ ഈ തല്ല് കിട്ടുന്ന പയ്യന്റെ ഭാഗത്ത് നിങ്ങളുടെ മോനായിരിക്കാം, എന്റെ മകനായിരിക്കാം. അപ്പോ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതികരണം വേണം, കൂടുതൽ ബോധവൽക്കരണം വേണം. ഞങ്ങൾ പത്തനംതിട്ടയിൽ ഈ പയ്യനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേപോലെ പെരുങ്കള്ളികളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. അവർക്ക് മിസ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഈ സിസ്റ്റത്തെ വെറുതെ വിടില്ല. ഈ 13 വയസ്സുകാരായ കുട്ടി അവളുടെ പ്രായത്തിന്റെ കൂടെ അപക്വത കൊണ്ട് ചെയ്തതായിരിക്കാം. പക്ഷേ 13 വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് പോലും കള്ളപ്പരാതി കൊടുത്തു കൂടെയുള്ള 13ഉം 14ഉം വയസ്സായ ആൺകുട്ടികളെ കുടുക്കാൻ കഴിയുമെന്ന സാമൂഹിക വ്യവസ്ഥിതി നമുക്ക് മാറ്റണം. ഇത് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. നിങ്ങളുടെയും എന്റെയും വരും തലമുറയുടെയും മക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഓർക്കുക, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രം.